മെമ്മറീസിന് ശേഷം പോലുള്ള മറ്റൊരു ത്രില്ലർ പടമായിരുന്നു. ഇറങ്ങിയ പല ക്രൈം ത്രില്ലറിനെ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. അത് ഡൈജസ്റ്റബിൾ ആവാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, ബട്ട് ഇറ്റ്സ് നൈസ് മൂവി. ഇത്രയും കാലമായിട്ട് കാണാത്തൊരു പടം കിടിലം. ഹേ സിനിഫേൽസ്, വെൽക്കം ബാക്ക്. ഭാവന റഹ്മാൻ കോമ്പോയിൽ ഒരു പ്രോമിസിംഗ് സൈഫൈ മൂവി അനോമി റിലീസ് ചെയ്തിട്ടുണ്ട്. അനിമൽ അർജുൻ റെഡ്ഡിയുടെയൊക്കെ മ്യൂസിക് ഡയറക്ടർ ഹർഷവർദ്ധൻ മ്യൂസിക് ചെയ്യുന്നു എന്നൊരു ഹൈലൈറ്റ് കൂടി ഈ സിനിമയ്ക്കുണ്ട്. അപ്പോൾ അനോമി കണ്ടിറങ്ങി ഓടിച്ചുകൊണ്ട് എങ്ങനെയുണ്ടായിരുന്നു റിവ്യൂ എന്ന് ചോദിച്ചു നോക്കാം. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തേക്കുക. നേരെ റിവ്യൂലേക്ക്. നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു സൈഫൈ ത്രില്ലർ ഇല്ലേ, ഇത് ട്രailer നല്ല സ്പീഡ് ഉണ്ടായിരുന്നല്ലോ, പടം ഭയങ്കര സ്ലോ ആണ്. ഭയങ്കര ഒരു ഹോളിവുഡ് ലെവൽ ടച്ച് ഒക്കെ ഉണ്ടായിരുന്നു. ടെക്നിക്കലി നല്ല പടമാണ്, പക്ഷേ ഈ ഡയലോഗൊക്കെ ഭയങ്കര ഒരു നാടകീയമായത്. എല്ലാവരും അഭിനയമൊക്കെ നമ്മുടെ മലയാളത്തിൽ നിന്ന് മുന്നിറങ്ങിയ സ്റ്റോറി ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു എങ്ങനെയാണ് സ്റ്റോറി ഡിഫറെന്റ് ആണ് സ്റ്റോറി, പക്ഷെ അത് നമ്മള് കുറെ ടൈം എടുക്കുന്നുണ്ട്. ഭയങ്കര സ്ലോ ആണ്. കിടിലം പടം. എങ്ങനെയുണ്ട്? കിടിലം മേക്കിംഗ്, നല്ല പടം, സൂപ്പർ പടം. എല്ലാവരും കാണാം. ത്രില്ലർ പടമാണ്. ഇത്രയും കാലമായിട്ട് കാണാത്തൊരു പടം. കിടിലം. മലയാളത്തിൽ കാണാത്തൊരു മേക്കിംഗ്, മലയാളത്തിൽ കാണാത്ത മേക്കിംഗ്. കിടിലം പടം. കുറച്ചുകൂടെ ബഡ്ജറ്റ് ഉണ്ടായിരുന്നെങ്കിൽ വേറെ ലെവലിൽ വന്നു. ഭാവനയുടെ ഒരു പവർഫുൾ കംബാക്ക്. ഭാവന കൊള്ളാം, റഹ്മാനും കൊള്ളാം. കിടിലം പടം. എല്ലാവരും കാണേണ്ട പടം. ചേച്ചി, ത്രില്ലർ അൺഎക്സ്പെക്ടഡ് ത്രില്ലർ ആണ്, എക്സ്പീരിയൻസ് ആണ്. അതെ, എക്സ്പെക്ടഡ് ആയിരുന്നു. മലയാളത്തിൽ ഇതുവരെ അത്തരത്തിൽ ക്വാളിറ്റി മെമ്മറീസിന് ശേഷം പോലുള്ള മറ്റൊരു ത്രില്ലർ പടമായിരുന്നു. എങ്ങനെയാണ്? ത്രൂ ഔട്ട് ഒരു സസ്പെൻസ് ത്രില്ലർ ആണ്. സസ്പെൻസ് ത്രില്ലർ ആണ്. ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. മേക്കിംഗ് ക്വാളിറ്റി എങ്ങനെയുണ്ട്? മേക്കിംഗ് ക്വാളിറ്റി കൊള്ളാം. നല്ല പടമാണ്. എല്ലാവരും കാണണം. കൊള്ളാം. അടിപൊളി മൂവിയായിരുന്നു. മസ്റ്റ് വാച്ച്. വൺ ടൈം വാച്ച്. റിയലി ഗുഡ്. ത്രില്ലർ ആയിരുന്നു. ത്രില്ലർ ആയിരുന്നു. ആൻഡ് ലൈക്ക് നല്ല സസ്പെൻസ് ഉണ്ട്. ഇറ്റ് ക്യാൻ ബി വാച്ച്ഡ്. അൺപ്രഡിക്റ്റബിൾ സ്റ്റോറി എന്നൊക്കെ പറയണ്ടോ? സീറ്റഡ് ത്രില്ലർ. യെസ്, ഐ ഫെൽറ്റ് ദാറ്റ്. അത് നന്നായിട്ടുണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി വാച്ച്. മസ്റ്റ് വാച്ച് ആണ്. മലയാളത്തിൽ നിന്ന് വരാത്ത ടൈപ്പ് ഒരു മേക്കിംഗ് ക്വാളിറ്റി ഒക്കെ ആയിരുന്നല്ലോ, അതിന്റെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു വിഷ്വലി മേക്കിംഗ് ക്വാളിറ്റി ഇച്ചിരി അത് ഇറ്റ്സ് നോട്ട് ബാഡ്, പക്ഷെ ക്യാൻ ബി ഇംപ്രൂവ് എന്നുള്ളൊരു ഫീൽ. ബട്ട് ഓവറോൾ ഇറ്റ് ക്യാൻ ബി വാച്ച്. ഇറ്റ്സ് റിയലി ഗുഡ്. ലൈക്ക് സിറ്റ് ഫീലിംഗ് ആണ്. ഓക്കെ, തിയേറ്റർ വാച്ച് സജസ്റ്റ് ചെയ്യും. യെസ്. എങ്ങനെയുണ്ട് മൊത്തത്തില്? കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് കൊള്ളാം, കുഴപ്പമില്ലായിരുന്നു. മേക്കിംഗ് ഒക്കെ മേക്കിംഗ് കുഴപ്പമില്ല. എങ്ങനെ? ഫസ്റ്റ് ഹാഫ് ലാഗായിരുന്നു. ഒരു സൈഫൈ ത്രില്ലർ മൂവ്മെന്റ്. അവസാനം മാത്രമേ അങ്ങനെ ഒരു ഇതുള്ളൂ. മേക്കിംഗ് ക്വാളിറ്റി ഭയങ്കരമാണോ? കുഴപ്പമില്ല. അത്രയൊക്കെ പ്രഡിക്റ്റബിൾ ആണോ? ത്രില്ലർ അടിപ്പിച്ചോ? അല്ല, നല്ല ഒരു കോൺസെപ്റ്റ് ആണ്. കുറച്ച് ഡൈജസ്റ്റബിൾ അല്ല എല്ലാവർക്കും, ബട്ട് ഇറ്റ്സ് എ ഗുഡ്. ലോജിക് വൈസ് ആണോ? ലോജിക്കൽ ഒരു ക്ലൈമാക്സ് ടുവേർഡ്സ് അത് ഡൈജസ്റ്റബിൾ ആവാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, ബട്ട് ഇറ്റ്സ് നൈസ് മൂവി. മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം. എങ്ങനെയുണ്ടോ? ഭയങ്കര ഒരു മെമ്മറീസ് ലെവലൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. ഇത്രയും ലെവലിലോട്ട് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. സെക്കൻഡ് പാർട്ട് അത്യാവശ്യം കുഴപ്പമില്ല, പക്ഷെ ഫസ്റ്റ് പാർട്ട് കുറച്ച് ലാഗാണ്. മേക്കിംഗ് ക്വാളിറ്റി ഒക്കെ എങ്ങനെയാണ്? ഒരു രണം, അതുപോലെ തന്നെ ലാസ്റ്റ് ഇറങ്ങിയ കരം, ആ ഒരു മൂഡൊക്കെ ആയിരുന്നു. നമ്മൾ അത്രയും പ്രതീക്ഷിച്ച് പോകേണ്ട ആവശ്യമില്ല, പക്ഷേ സിനിമ കുഴപ്പമില്ലെന്നേ പറയാൻ പറ്റും. ഓക്കെ. സ്റ്റോറി ഒക്കെ എങ്ങനെയാണ്? സൈഫൈ ത്രില്ലർ ആണ്. നമുക്ക് പ്രിഡിക്റ്റബിൾ ആണ് ആക്ച്വലി സ്റ്റോറി. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് കിട്ടാന്നേ ഉള്ളൂ, പക്ഷേ സെക്കൻഡ് പാർട്ട് ഓക്കെ ആണ്. തിയേറ്റർ വാച്ചിനുണ്ട്. സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് പാർട്ട് കുറച്ച് മെമ്മറീസ്, അതുപോലെ തന്നെ രണം, കരം, അതൊക്കെ ആ ഒരു മേക്കിംഗ് സ്റ്റൈലൊക്കെ പിടിച്ചോണ്ട് ഒരു ത്രില്ലർ അങ്ങനെയാണോ? അങ്ങനെയല്ല, ഇത് വേറൊരു ടൈപ്പ് ത്രില്ലറാണ്. എന്ന് പറയുമ്പോൾ ഇത് സിനിമയുടെ അവസാനം ഇതൊരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ എന്നുള്ള രീതിയിൽ അങ്ങ് കൊണ്ടുപോകും. അതിൻ്റെ ഒരു സിനിമയുടെ ഒരു 90% ഇത് സാധാരണ ഒരു ക്രൈം ത്രില്ലർ എന്നുള്ള ആ ജനലിൽ തുടരെ കുറേ കൊലപാതകങ്ങൾ നടക്കുന്നു, അതിനുള്ള അന്വേഷണം, പാരലായിട്ടുള്ള വേറൊരു സംഭവം. ഡിസ്റ്റൻസ് ടേൺസ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഒരിക്കലും അതിലൊരു പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല ഈ സിനിമയുടെ അവസാനം കാണിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. പല നമ്മൾ ഈ ത്രില്ലേഴ്സിൽ പല ഇട്ടിട്ട് പോകുമല്ലോ ഓരോ ആളുടെ ഒരു സംശയം. ആ സംഭവങ്ങളെല്ലാം ഇതിൽ പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അവസാനം നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരിലൊക്കെ എത്തിപ്പെടും. ഭയങ്കര മേക്കിംഗ് ക്വാളിറ്റി. അടുത്തിറങ്ങിയ മലയാള അടുത്തിറങ്ങിയ പല ക്രൈം ത്രില്ലറിനെ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. കഥയുടെ മികവ് കൊണ്ട് പറയാം. തിരക്കഥയുടെ സത്യമായും തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യാം. പ്രത്യേകിച്ച് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ചില സീൻസിലൊക്കെ എന്നെ ഭയങ്കര ഒരു കൊഴിപ്പിക്കുന്ന എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. നമ്മുടെ ഇതിൻ്റെയൊക്കെ അനിമലിൻ്റെയും സ്പിരിറ്റിൻ്റെ വരാനിരിക്കുന്നവരെയൊക്കെ മ്യൂസിക് ഡയറക്ടറാണ്. പുള്ളിയാണ് അല്ലേ? ശരി. പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ വളരെ ഭംഗിയായിട്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. എക്സ്പീരിയൻസ് അനുഭവം നന്നായിരുന്നു. മെമ്മറീസ് ലെവലൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കൊള്ളാം.